നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും തിരുവോണ ആശംസകൾ. പ്രധാന വാർത്തകൾ. മലയാളിക്കിന്ന് തിരുവോണം. സദ്യയൊരുക്കിയും കോടിയുടുത്തും എങ്ങും ആഘോഷത്തിമിർപ്പ്. മല്ലപ്പള്ളിയിൽ ഭാര്യയെ കുത്തിക്കൊന്ന ശേഷം ഭർത്താവ് ജീവനൊടുക്കി. കൊല്ലപ്പെട്ടത് 61 വയസ്സുള്ള സുധാ രഘുനാഥ്. ഭർത്താവ് തൂങ്ങി മരിച്ച നിലയിൽ. കുടുംബ പ്രശ്നമെന്ന പ്രാഥമിക നിഗമനം. പ്രവാചക സ്മരണ പുതുക്കി ഇന്ന് നബിദിനം. പള്ളികളിൽ മദ്രസ വിദ്യാർത്ഥികളുടെ ഘോഷയാത്രയും കലാപരിപാടികളും അന്നദാനവും. മലയാളികൾക്ക് ഇന്ന് തിരുവോണം. വറുതിയുടെ കർക്കിടകത്തിന് ശേഷം സമൃദ്ധിയുടെ പൊന്നോണം എത്തുമ്പോൾ നാടും നഗരവും ആഘോഷത്തിലാണ്. എല്ലാ ദൃശ്യപ്രേക്ഷകർക്കും തിരുവോണ ആശംസകൾ. ഗൃഹാതുര സ്മരണകളുമായി മലയാളികൾ തിരുവോണം ആഘോഷമാക്കുകയാണ്. തിരുവോണ ദിനത്തിൽ മാവേലി മന്നനെ വരവേൽക്കുകയാണ് മലയാളികൾ. മലയാളികൾക്ക് കൂട്ടായ്മയുടെ ഉത്സവമാണ് ഓണം. ജാതിമത ഭേദമന്യേ സകലരും ആഘോഷിക്കുന്ന ഉത്സവം. ഓണസദ്യയും പൂക്കളവും പുലിക്കളിയുമൊക്കെയായി കുടുംബത്തിനും കൂട്ടുകാർക്കൊപ്പവുമാണ് മലയാളികളുടെ ഓണാഘോഷം. ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ഓണം ആഘോഷിക്കാനുള്ള അവസരം മലയാളികൾ നഷ്ടമാക്കാറില്ല. വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ പ്രജാവത്സലനായ മഹാബലി എന്ന രാജാവ് തൻ്റെ ജനങ്ങളെ കാണാൻ എത്തുന്നുവെന്നാണ് ഓണക്കാലത്തെക്കുറിച്ചുള്ള ഐതിഹ്യം. ഓണത്തെക്കുറിച്ച് ഐതിഹ്യങ്ങൾ പലതുണ്ടെങ്കിലും കേരളത്തിന് ഓണമെന്നത് വിളവെടുപ്പിൻ്റെയും അവയുടെ വ്യാപാരത്തിൻ്റെയും ഉത്സവം കൂടിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഓണത്തോടനുബന്ധിച്ച് പുതുവസ്ത്രങ്ങൾ വാങ്ങി നൽകുന്ന ചടങ്ങ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണപ്പെടുന്നു. ഏറ്റവും പ്രധാന ആകർഷണം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല കേട്ടോ, ഓണസദ്യ തന്നെയാണ്. നാക്കിലയിലാണ് പൊതുവെ ഓണസദ്യ വിളമ്പാറ്. അച്ചാറുകൾ, തോരൻ, അവിയൽ, കാളൻ, ഓലൻ, എരിശ്ശേരി, പപ്പടം, പായസം എന്നിങ്ങനെ വിവിധതരം വിഭവങ്ങൾ അടങ്ങിയതാണ് ഓണസദ്യ. ഓണം ശരിക്കും വ്യത്യസ്തമായ ഒരാഘോഷമാണ്. ഉള്ളവനും ഇല്ലാത്തവനുമെന്ന വേർതിരിവില്ലാതെ, ജാതിമത ഭേദമില്ലാതെ മുഴുവൻ മലയാളികളും ഒരേ മനസ്സോടെ ആഘോഷിക്കുന്ന ഒരു ആഘോഷം. ന്യൂസ് ഡെസ്ക്, ദൃശ്യ ന്യൂസ്. ചേലച്ചുവട് സൗത്ത് റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി ഉത്രാടസന്ധ്യ 2025 നടത്തി. ചേലച്ചുവട് ഗവൺമെന്റ് LP സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് VK കമലാസനൻ ഉദ്ഘാടനം ചെയ്തു. റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങളുടെയും കുട്ടികളുടെയും വിവിധ കലാമത്സരങ്ങൾ ഉത്രാടസന്ധ്യയ്ക്ക് മാറ്റുകൂട്ടി. തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ അസോസിയേഷൻ ട്രഷറർ പോൾ ജോസഫ് അധ്യക്ഷത വഹിച്ചു. യോഗം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് VK കമലാസനൻ ഉദ്ഘാടനം ചെയ്തു. കലാപരിപാടികളും അതോടൊപ്പം നമ്മുടെ ഒരു നല്ല തിരുവാതിരയും അതിനുശേഷം നമ്മളൊരു വ്യത്യസ്തമാർന്ന ഒരു പ്രോഗ്രാം കൂടി നടത്തുന്നുണ്ട്. നമ്മുടെ റെസിഡൻസ് അസോസിയേഷന്റെ കീഴിൽ ഏതാണ്ട് 100-103 വീടുകളാണുള്ളത്. ആ വീടുകളിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള, ഏറ്റവും കൂടുതൽ ഓണമുണ്ട, ഏറ്റവും കൂടുതൽ പൂർണ്ണചന്ദ്രന്മാരെ കണ്ട മഹത് വ്യക്തിയെ ആദരിക്കാൻ നമ്മൾ തീരുമാനിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ സോയ്മോൻ സണ്ണി മുഖ്യപ്രഭാഷണം നടത്തി. VS പ്രകാശ് ഓണസന്ദേശം നൽകി. ഏറ്റവും കൂടുതൽ ഓണം ഉണ്ടവരെയും ആദ്യം ഓണം ഉണ്ണുന്നവരെയും ചടങ്ങിൽ ആദരിച്ചു. പൊന്നിൻ ചിങ്ങം മാസത്തിലെ തിരുവോണത്തെ കളറാക്കി കടുത്തുരുത്തി പോലീസ്.
ഐക്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സന്ദേശം വിളിച്ചോതിക്കൊണ്ട് അവർ ഒന്നായി ഓണം ആഘോഷിച്ചു. ഡ്രസ് കോഡോടുകൂടി എത്തിയ പോലീസുകാർ രാവിലെ സ്റ്റേഷനിൽ എത്തുമ്പോൾ പോലീസ് സ്റ്റേഷൻ കുരുത്തോല കൊണ്ടും പൂമാല കൊണ്ടും അലങ്കരിച്ചും ഹോംഗാർഡ് അനീഷിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയ പൂക്കളത്തിന് മുന്നിൽ സ്റ്റേഷൻ ഓഫീസർ റെനീഷ് ഇല്ലിക്കൽ ഭദ്രദീപം കൊളുത്തി. ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ മാവേലി പോലീസ് സ്റ്റേഷനിൽ എത്തിയതും ഇരട്ടി മധുരമായി കലാകായിക മത്സരങ്ങളും സമ്മാനദാനവും വിഭവസമൃദ്ധമായ ഓണസദ്യയും നടന്നു. തുടർന്ന് നടന്ന സമ്മേളനം വൈക്കം ഡിവൈഎസ്പി പാട്ടുപാടി ഉദ്ഘാടനം ചെയ്തു. SI ദീപു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ SIമാരായ ജെയ്മോൻ അജികുമാർ, ശരണ്യ S ദേവൻ, സജീവ് കുമാർ, CPO ഷുക്കൂർ, ഹോംഗാർഡ് അനീഷ് എന്നിവർ സംസാരിച്ചു. വൈക്കം ഡിവിഷന്റെ കീഴിലുള്ള ഏറ്റവും നല്ല പൂക്കളമായി കടുത്തുരുത്തി സ്റ്റേഷനിലെ പൂക്കളം തെരഞ്ഞെടുക്കപ്പെട്ടു. പറക്കണ പൂവേ 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 കളറാവട്ടെ ചിരി 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 ചിരിക്കണ ചുണ്ടേ 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 പവറാവട്ടെ. ഭാര്യയെ കുത്തിക്കൊന്ന ശേഷം ഭർത്താവ് ജീവനൊടുക്കി. പത്തനംതിട്ട മല്ലപ്പള്ളി ചേർത്തോട് ഈസ്റ്റ് പോസ്റ്റ് ഓഫീസിന് സമീപം പുലിയടശ്ശേരിൽ സുധ രഘുനാഥാണ് കൊല്ലപ്പെട്ടത്. 61 വയസ്സായിരുന്നു. ഭർത്താവ് രഘുനാഥനെ ശുചിമുറിയിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തി. കുടുംബ വഴക്ക് ആകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇന്ന് രാവിലെ എറണാകുളത്തുള്ള മകൻ ഫോൺ വിളിച്ചിട്ടും എടുക്കാതെ വന്നതോടെ നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതക വിവരം പുറത്തറിയുന്നത്. പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ന് രാവിലെ ഒരു ദുരന്ത വാർത്തയാണ് അറിയുന്നത്. മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ 11-ാം വാർഡിലാണ് ഇങ്ങനെയൊരു മരണം ഉണ്ടായത്. ആ വാർഡിലെ മെമ്പർ റോണി ജോസ് എന്ന് പറയുന്ന മെമ്പർ എന്നെ വിളിച്ച് പറയുന്നു. ഞാനൊരു മരണ വീട്ടിൽ രാവിലെ ചെന്നപ്പോഴാണ് എന്നെ വിവരം അറിയിക്കുന്നത്. ഞാൻ ഉടൻ തന്നെ ഈ വീട്ടിൽ വരികയും പുലിയടിശ്ശേരിയിൽ നിന്നാണ് വീട്ടുപേര്. രഘുനാഥൻ എന്നാണ് ഭർത്താവിൻ്റെ പേര്. ഭാര്യയുടെ പേര് സുധേ എന്നാണ്. 63 വയസ്സും 61 വയസ്സുള്ള ഭാര്യയും ഭർത്താവുമാണ്. ഒരു മകനാണ്. ആ മകൻ എറണാകുളത്താണ് ജോലി ചെയ്യുന്നത്. ഞാനിവിടെ വരുമ്പോൾ ബഹുമാനപ്പെട്ട മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാമോളസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്ന് നോക്കുന്ന സമയത്ത് അതായത് അടുക്കള ഭാഗത്ത് ഭാര്യ മരിച്ചു കിടക്കുന്നതായിട്ടാണ് നമുക്ക് ബോധ്യപ്പെട്ടത്. ഉറുമ്പരിക്കുന്ന രീതിയിൽ കണ്ണിലെല്ലാം ഈച്ചകളും ഉണ്ടായിരുന്നു. ഭർത്താവിനെ കാണാഞ്ഞതുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സാന്നിധ്യത്തിൽ ഞങ്ങൾ അകത്ത് കയറുകയും മുറികൾ മൊത്തം നോക്കുകയും ചെയ്തപ്പോൾ അവിടെ കാണാൻ ഇല്ലായിരുന്നു. മൊബൈൽ വിളിച്ചപ്പോൾ നമുക്ക് കിട്ടിയില്ല. തിരിച്ച് ഞങ്ങൾ ഇറങ്ങി വരുമ്പോൾ ബഹുമാനപ്പെട്ട അൻസീം സാർ പോലീസുകാരൻ അവിടെ എത്തിയിരുന്നു. ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ വെറുതെ ഒന്ന് ബാത്റൂമിൽ നോക്കിയപ്പോൾ ബാത്റൂമിൽ രഘുനാഥൻ എന്ന് പറയുന്ന ആൾ തൂങ്ങിക്കിടക്കുകയാണ്. ഓസ്ട്രേലിയയിൽ ഉണ്ടായ വാഹനാപകടത്തിൽ പാലാ സ്വദേശിനിയായ മെഡിക്കൽ വിദ്യാർത്ഥിനി മരിച്ചു. ഇന്നലെ രാത്രി വാഹനാപകടത്തിലാണ് പാലാ ഭരണങ്ങാനം തകടിയൽ സോണിയുടെ മകൾ എർലിൻ സോണി മരിച്ചത്. 21 വയസ്സായിരുന്നു. ഓസ്ട്രേലിയയിലെ പെർത്തിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. സംസ്കാര വിവരങ്ങൾ പിന്നീട്. ജപ്തി നടപടി നേരിട്ട കുടുംബത്തിന്റെ വായ്പ തിരിച്ചടച്ച് ഓണനാളുകളിൽ നന്മയുടെ കാവലാളുകളായി ഫേസ്ബുക്ക് കൂട്ടായ്മ. മല്ലപ്പള്ളി കല്ലൂപ്പാറ പഞ്ചായത്ത് 13-ാം വാർഡിലുള്ള ഒരു കുടുംബം സ്വകാര്യ ബാങ്കിൽ നിന്നും എടുത്ത വായ്പ തിരിച്ചടച്ച് എന്റെ നാട് ഐക്യരപ്പടി ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് മാതൃകയായത്. സ്വകാര്യ ബാങ്കിൽ നിന്നും എടുത്ത തുക തിരിച്ചടവ് മുടങ്ങിയതോടെയാണ് നിർധന കുടുംബത്തിന് ജപ്തി നടപടി നേരിടേണ്ടി വന്നത്. ഐക്യരപ്പടി പ്രദേശത്തുള്ള ഒരു കുടുംബത്തിന് സ്ഥലം കണ്ടെത്തി ഭവനം വെച്ചു നൽകുന്നതിനിടയിലാണ് എന്റെ നാട് ഐക്യരപ്പടി ഫേസ്ബുക്ക് കൂട്ടായ്മ ജപ്തി ഒഴിവാക്കാൻ മറ്റൊരു കുടുംബത്തെ സഹായിച്ചത്. ജപ്തി ഒഴിവാക്കാൻ വേണ്ടി വന്ന 1,80,000 രൂപ കണ്ടെത്തിയത് ഗ്രൂപ്പ് അംഗങ്ങളായ 35 പേരിൽ നിന്നുമായിരുന്നു. തുക ബാങ്കിലടച്ച് ആധാരം കുടുംബത്തിന് കൈമാറി. റിജു കിഴക്കേക്കര, സുബിൻ സണ്ണി, ജോബി കിഴക്കേക്കര, സൈബു ജേക്കബ് എന്നിവർ അഡ്മിന്മാരായ ഫേസ്ബുക്ക് കൂട്ടായ്മ നടത്തിയ ഇടപെടൽ കുടുംബത്തിന് വലിയൊരു ആശ്വാസമായി മാറി. ഉമ്മൻചാണ്ടപ്പിള്ളയുടെ ഭവനത്തിൽ നടന്ന ചടങ്ങിൽ മുൻ MLA ജോസഫ് പുതുശ്ശേരി ബാങ്കിൽ നിന്നും തിരിച്ചെടുത്ത ആധാരം കുടുംബത്തിനു വേണ്ടി പുതുശ്ശേരി ഗവൺമെന്റ് LP സ്കൂൾ പ്രധാന അധ്യാപിക സൂസൻ മാത്യുവിന് കൈമാറി. വളരെ സന്തോഷകരമായ മാതൃകാപരമായ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഒരു ആപത്തിൽ
ആപൽബാന്ധവനായി പ്രത്യക്ഷപ്പെടാൻ കഴിയുക എന്ന് പറയുന്നത് ഈശ്വരന് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. അവിടെയാണ് ഈശ്വരൻ്റെ പ്രതിരൂപികളായ നമ്മൾ ആ നിലയിലുള്ള ഉത്തരവാദിത്വം ഈ കൂട്ടായ്മ ഏറ്റെടുത്ത് നടത്തിയത്. അപ്പം അത്തരത്തിൽ സേവന സന്നദ്ധരായി മറ്റുള്ളവരുടെ പ്രയാസം അനുഭവിക്കുന്നവരുടെ ആ പ്രയാസം കണ്ട് അതിൽ മനസ്സറിവുള്ളവരായി, അവരോട് കരുണയുള്ളവരായി, അവരെ കരുതുന്നവരായി ആ ഒരു മാനസികാവസ്ഥയിൽ പ്രവർത്തിക്കാൻ ഈ പ്രദേശത്തെ ചെറുപ്പക്കാരായ ആളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി ഓർക്കുകയാണ്. അവരെല്ലാം കൂടി ചേരുന്നതാണ് ഈ ഫേസ്ബുക്ക് കൂട്ടായ്മ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് അതിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് ഇതുപോലെ ഇപ്പം ഇവിടെ നടത്തപ്പെട്ട ഒട്ടേറെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഭാവിയിൽ ബോധിച്ചൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതിനുള്ള മനസ്സുള്ളവരാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള ആളുകൾ എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. ചാരിറ്റി സമിതി പ്രസിഡന്റ് TM മാത്യു താനത്ത് അധ്യക്ഷനായിരുന്നു. ചെയർമാൻ ടിജു കിഴക്കേക്കര ആമുഖ പ്രസംഗം നടത്തി. കല്ലുപ്പാറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എബി മേക്കരിങ്ങാട്ട്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റെജി ചാക്കോ, ചെറിയാൻ ജെ മണ്ണഞ്ചേരി, CPM ജില്ലാ കമ്മിറ്റി അംഗം ബിനു വർഗീസ്, ചാരിറ്റി കൺവീനർ ജോബി കിഴക്കേക്കര, മോഹൻലാൽ P, രാജേഷ് VK എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, മല്ലപ്പള്ളി. നവോത്ഥാനത്തിന്റെ വെളിച്ചം പകർന്ന പ്രവാചകന്റെ 1500-ാം ജന്മദിനത്തിൽ പ്രവാചക സ്മരണ പുതുക്കി ഇന്ന് നബിദിനം. സംസ്ഥാനമെങ്ങും പള്ളികളിൽ മദ്രസ വിദ്യാർത്ഥികളുടെ ഘോഷയാത്രയും കലാപരിപാടികളും അന്നദാനവും നടന്നു. വെംബ്ലി ഹിദായ ജുമാ മസ്ജിദിന്റെ നേതൃത്വത്തിൽ നബിദിന റാലി സംഘടിപ്പിച്ചു. രാവിലെ 9-ന് പള്ളിയങ്കലത്തിൽ നിന്ന് ആരംഭിച്ച റാലി ഇമാം സഫ്വാൻ മൗലവി ഫ്ളാഗ് ഓഫ് ചെയ്തു. 15 ഗാന്ധിനഗർ പാലം ജംഗ്ഷൻ വഴി മസ്ജിദ് കവലയിൽ സമാപിച്ചു. വിവിധ ഭാഗങ്ങളിൽ റാലിയെ വരവേറ്റു. മധുരപലഹാരങ്ങളും പാനീയങ്ങളും നൽകിയായിരുന്നു സ്വീകരണം. റാലിയിലുടനീളം മദ്രസ വിദ്യാർത്ഥികൾ ദഫ്മുട്ട് അവതരിപ്പിച്ചു. ഉബൈദുള്ള അസ്കരി, K ഇസ്മയിൽ, നൌഷാദ് വെംബ്ലി, PH നാസർ, നവാസ് പുളിക്കൽ, അനസ് മുഹമ്മദ്, KK നൌഷാദ് എന്നിവർ നേതൃത്വം നൽകി. വൈവിധ്യമാർന്ന പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ ഒരുക്കി മല്ലപ്പള്ളി CMS ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് സഹവാസ ക്യാമ്പ് ആരംഭിച്ചു. വിനോദ പരിപാടികൾക്കൊപ്പം സാഹസിക അനുഭവം പകർന്ന് തയ്യാറാക്കിയ ഏറുമാടവും ടെന്റും കൗതുകം പകരുന്നതായി. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ 2 യൂണിറ്റുകളാണ് സ്കൂളിൽ പ്രവർത്തിക്കുന്നത്. വർണ്ണക്കാഴ്ചയൊരുക്കിയ അതിമനോഹരമായ ചെണ്ടുമല്ലി പൂന്തോട്ടവും ക്ലോറിസ് എന്ന ജൈവ പച്ചക്കറിത്തോട്ടത്തിന്റെ 1ഉം 2ഉം സീസണും വിജയകരമായി പൂർത്തിയാക്കിയ CMS ഹയർ സെക്കൻഡറി സ്കൂൾ വൈവിധ്യമാർന്ന പഠനാനുഭവങ്ങൾ ഒരുക്കിയാണ് ഈ വർഷത്തെ സഹവാസ ക്യാമ്പ് ക്രമീകരിച്ചിരിക്കുന്നത്. ഫ്ലാഗ് സെറമണി, പരേഡ്, ഫസ്റ്റ് എയ്ഡ് തുടങ്ങിയ തനത് പരിശീലനങ്ങൾ കൂടാതെ കുട്ടികൾക്ക് വിനോദവും സാഹസികതയും ഒരുക്കിയാണ് മനോഹരമായ ടെന്റും ഏറുമാടം ഉൾപ്പെടെയുള്ള വിനോദോപാധികൾ ക്രമീകരിച്ചത്. പ്രകൃതി സംരക്ഷണത്തിന് ഊന്നൽ നൽകുകയും മാലിന്യത്തിനെതിരെയും ലഹരിക്കെതിരെയും പൊരുതുകയും ചെയ്തുകൊണ്ട് സാമൂഹിക പ്രതിബദ്ധതയുള്ള വിവിധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് സ്കൂൾ പ്രിൻസിപ്പലും സ്കൗട്ട്സ് മാസ്റ്ററുമായ ബാബു മാത്യുവും ഗൈഡ്സ് ക്യാപ്റ്റനായ അശ്വതി അലക്സുമാണ്. സദാസമയവും സേവന സന്നദ്ധരായി 64 വിദ്യാർത്ഥികളും ഇവരോടൊപ്പമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ യൂണിഫോമിലുള്ള സന്നദ്ധ സംഘടനയാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എന്ന് പറയുന്ന വിശ്വ സാഹോദര്യ പ്രസ്ഥാനം. വിദ്യാർത്ഥികളുടെയും ചെറുപ്പക്കാരുടെയും വ്യക്തിത്വ വികസനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന, രാജ്യസ്നേഹത്തിനും ഈശ്വരഭക്തിക്കും ഊന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ യൂണിറ്റ് ആരംഭിച്ചത് കേരളത്തിലെ
ആദ്യ കലാലയങ്ങളിലൊന്നായ കോട്ടയം CMS കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അതുകൊണ്ട് തന്നെ 1854 സ്ഥാപിച്ച മല്ലപ്പള്ളി CMS ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ വിശ്വസാഹോദര്യ പ്രസ്ഥാനത്തിൻ്റെ ഒരു യൂണിറ്റ് ആരംഭിച്ചത് അഭിമാനകരമാണ്. കഴിഞ്ഞ 11 വർഷങ്ങളായിട്ട് ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിൽ ഈ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എന്ന വിശ്വസാഹോദര്യ പ്രസ്ഥാനത്തിൻ്റെ യൂണിറ്റ് പ്രവർത്തിച്ചു വരികയാണ്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള അനേക പ്രവർത്തനങ്ങൾ, പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേരുന്ന മനോഹരമായ ചെണ്ടുമല്ലിത്തോട്ടവും ജൈവ പച്ചക്കൃഷിയും പാലിയേറ്റീവ് കെയർ യൂണിറ്റ് പ്രവർത്തനങ്ങളും ഓട്ടിസം സെൻ്ററുമായിട്ട് ചേർന്ന് വന്ന പ്രവർത്തനങ്ങളും കുടുംബശ്രീ യൂണിറ്റുമായിട്ട് ചേർന്ന് നടത്തിയ പ്രവർത്തനങ്ങളും എല്ലാം ഈ പ്രസ്ഥാനത്തിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധത വിളിച്ചു പോകുന്നതാണ്. മല്ലപ്പള്ളി CMS ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ വാർഷിക ക്യാമ്പാണ് ഇന്നിവിടെ നടക്കുന്നത്. 1ാം വർഷ 2ാം വർഷ സ്കൗട്ട് ഗൈഡ് കുട്ടികളുടെ കമ്പൈൻ ചെയ്തുള്ള ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഇന്ന് 3ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും വളരെ സന്തോഷവും അഭിമാനവുമുണ്ട്. കാരണം വിശ്വസാഹോദര്യ പ്രസ്ഥാനമായ സ്കൗട്ട് ആൻഡ് ഗൈഡിലൂടെ നമ്മൾ പഠിക്കുന്നത് കേവലം അറിവ് സമ്പാദനം മാത്രമല്ല, ജീവിത നൈപുണ്യങ്ങളുടെ പരിശീലനം മാണ് ഇവിടെ പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു അറിവ് നേടുക എന്നുള്ള ഉപരിയായിട്ട് ധാരാളമായിട്ടുള്ള ജീവിതം എന്താണെന്ന് പഠിപ്പിക്കുന്ന ധാരാളം പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഫസ്റ്റ് എയ്ഡ്, ധാരാളം മറ്റു പലവിധ ഉപയോഗങ്ങൾക്ക് പ്രയോജനപ്രദമായ ധാരാളം കിറ്റുകൾ, ഏത് സാഹചര്യത്തെയും പ്രതികൂല കാലാവസ്ഥയെയും പ്രതിരോധിക്കുവാനുള്ള കഴിവ് മാത്രമല്ല, ഫസ്റ്റ് എയ്ഡ് പോലെയുള്ള ഏത് അപകടങ്ങൾ വന്നാലും അതിനെ എങ്ങനെ, നമുക്കറിയാം റോഡിലൊക്കെ പെട്ടെന്നൊരു അപകടം വന്നാൽ ഇന്ന് സമൂഹത്തിലുള്ള ആരും തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥയാണ്. തീർച്ചയായിട്ടും സ്കൗട്ടിലോ ഗൈഡിലോ ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ അവർക്ക് അറിയാം അതിനെ എങ്ങനെ, ആ ഒരു രോഗിയെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന്. ന്യൂസ് ബ്യൂറോ, മല്ലപ്പള്ളി. നീലംപേരൂർ പടയണി കാഴ്ചകളിലേക്ക് മിഴി തുറക്കാൻ ഇനി ഒരു ദിനം മാത്രം ബാക്കി. പ്രകൃതിയുടെ നിറക്കൂട്ടുകൾ ചാലിക്കുന്ന നീലംപേരൂർ പള്ളി ഭഗവതി ക്ഷേത്രത്തിലെ പടയണി ഈ മാസം 6 മുതൽ 21 വരെയാണ്. നീലംപേരൂർ ഗ്രാമത്തിന് ഉത്സവാന്തരീക്ഷം തീർക്കുവാൻ അവിട്ടം നാളായ ശനിയാഴ്ച രാത്രി 10-ന് ചൂട്ടുവെളിച്ചത്തിന്റെ പൊൻപ്രഭ ഒരുങ്ങും. പ്രകൃതിയുടെ നിറക്കൂട്ടുകൾ ചാലിക്കുന്ന നീലംപേരൂർ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം പടയണി ഈ മാസം 6 മുതൽ 21 വരെ നടക്കും. ഒരു ദേശത്തിന്റെ ഐശ്വര്യത്തിനായി ഗ്രാമം ഒന്നാകെ നടത്തുന്ന അനുഷ്ഠാനമാണിത്. ഇത്തവണ പൂരം പടയണിക്ക് 2 വല്യന്നങ്ങൾ എഴുന്നള്ളുന്നതും പ്രത്യേകതയാണ്. കല്യാണ സൗഗന്ധികം തേടിയുള്ള ഭീമസേനന്റെ യാത്രയുമായി ബന്ധപ്പെട്ടതാണ് നീലംപേരൂർ പൂരം പടയണിയുടെ ഐതിഹ്യം. ഇത്തവണ പടയണിയിൽ 9.25 കോലുള്ള വല്യന്നവും 7.25 കോലുള്ള മറ്റൊരു വല്യന്നവും ആണ് എഴുന്നള്ളിക്കുന്നത്. ആഞ്ഞിലിത്തടിയിലാണ് ചട്ടക്കൂട് നിർമ്മിക്കുന്നത്. 2010 ശേഷം ആദ്യമായാണ് 2 വല്യന്നങ്ങൾ പടയണിയിൽ എത്തുന്നത്. ഇത്തവണ 2 വല്യന്നങ്ങളുള്ളത് ദേശക്കാർക്ക് ഇരട്ടി ആവേശമാണെന്ന് ക്ഷേത്രം ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് B കാർത്തികേയനും ജോയിന്റ് സെക്രട്ടറി D സജീവും പറഞ്ഞു. 5.25 കോൽ വലിപ്പമുള്ള 50 അന്നങ്ങളും പടയണിയിൽ അണിനിരക്കും. വിശ്വാസികൾ വഴിപാടായി സമർപ്പിക്കുന്ന നിരവധി ചെറിയ അന്നങ്ങളും പടയണിയിൽ എത്തും. കുടപ്പടയണിയാണ് 2ാം ഘട്ടം. 3ാം ഘട്ടത്തിൽ പ്ലാവിലക്കോലങ്ങൾ ഇറങ്ങും. പിണ്ടിയും കുരുത്തോലയുമാണ് 4ാം ഘട്ടം. 20-ന് രാവിലെ വല്യന്നങ്ങളെ അണിയിച്ചൊരുക്കുന്നതിനായുള്ള ചിറമ്പുകുത്ത് രാവിലെ 9-ന് ക്ഷേത്ര പരിസരത്ത് ആരംഭിക്കും. ക്ഷേത്രം മേൽശാന്തി ശങ്കരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാകും ചടങ്ങുകൾ. 21-ന് രാത്രി 12:30-നാണ് വല്യന്നത്തിന്റെ എഴുന്നള്ളത്ത്. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. അനധികൃത പാർക്കിംഗ് മൂലം കഞ്ഞിക്കുഴി ടൗണിൽ ഗതാഗത തടസ്സം അതിരൂക്ഷമാകുന്നു. ആലപ്പുഴ മധുര സംസ്ഥാനപാത കടന്നുപോകുന്ന കഞ്ഞിക്കുഴി ടൗണിൽ റോഡിന്റെ വീതിക്കുറവും അനധികൃത പാർക്കിംഗും ഗതാഗതക്കുരുക്കിന് കാരണമാവുകയാണ്. ആലപ്പുഴ മധുര സംസ്ഥാനപാത കടന്നുപോകുന്ന കഞ്ഞിക്കുഴി ടൗണിൽ അനധികൃത പാർക്കിംഗ് മൂലം ഗതാഗതക്കുരുക്ക് അതിരൂക്ഷമാവുകയാണ്. പൊതുവെ വീതി കുറഞ്ഞ സംസ്ഥാന പാതയിൽ റോഡിൻ്റെ ഇരുവശങ്ങളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഭാരവാഹനങ്ങൾ കടന്നു പോകുവാൻ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. നമ്മുടെ കഞ്ഞിക്കുഴി ടൗണിൽ ആൾക്കാർ അനധികൃതമായിട്ട് വണ്ടി പാർക്ക് ചെയ്യുന്നതിനാൽ ഗതാഗതം തടസ്സം അതിരൂക്ഷമാകുന്നു. ഇപ്പോൾ തന്നെ ആണെങ്കിലും ഒരു KSRTC ബസ് വന്ന് ബ്ലോക്കായി ബാക്കി എല്ലാ വാഹനങ്ങളും വഴിയിൽ ബ്ലോക്കായി കിടന്നു. വളരെയധികം നേരത്തേക്ക് പോലീസിൻ്റെ ശ്രദ്ധയോ കാര്യങ്ങളൊന്നും ഇതിനകത്തേക്ക് വരുന്നില്ല. അതുപോലെ പഞ്ചായത്തിൻ്റെ ആണെങ്കിലും ഈ അനധികൃത പാർക്കിങ്ങിനെതിരെ അതിശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന്
എൻ്റെ അഭിപ്രായം. അനധികൃത പാർക്കിങ്ങിനെതിരെ നടപടി സ്വീകരിക്കാൻ പഞ്ചായത്തോ പോലീസ് അധികാരികളോ നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ഹൈറേഞ്ച്, ലോ റേഞ്ചുകളെ തമ്മിൽ എളുപ്പത്തിൽ ബന്ധിപ്പിക്കുന്ന പാതയിലെ ഗതാഗത കുരുക്ക് മൂലം ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കുരുക്കിൽപ്പെടുന്നതും നിത്യസംഭവമാണ്. അടിയന്തരമായി കഞ്ഞിക്കുഴി ടൗണിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുവാൻ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ദൃശ്യ ന്യൂസ്, ഇടുക്കി. ആലപ്പുഴയിൽ ഈ മാസം 8 മുതൽ 12 വരെ നടക്കുന്ന CPI സംസ്ഥാന സമ്മേളന നഗരിയിൽ സ്ഥാപിക്കുന്നതിന് ശൂരനാട് രക്തസാക്ഷി സ്മാരകത്തിൽ നിന്നും ആരംഭിച്ച കൊടിമര ജാഥയ്ക്ക് ജില്ലാ അതിർത്തിയായ ചങ്ങനാശ്ശേരിയിൽ സ്വീകരണം നൽകി. പെരുന്ന 2-ാം നമ്പർ ബസ് സ്റ്റാൻഡ് മൈതാനത്ത് നടന്ന സമ്മേളനത്തിൽ ജാഥ ക്യാപ്റ്റൻ, കിസാൻ സഭ സംസ്ഥാന പ്രസിഡന്റ് KV വസന്തകുമാർ, ജാഥ അംഗങ്ങളായ R സജിലാൽ, M അധിൻ, CK ആശ MLA, ജാഥ ഡയറക്ടർ PK മൂർത്തി എന്നിവരെ ഷോളും ഹാരവും അണിയിച്ച് സ്വീകരിച്ചു. പാർട്ടിയുടെ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി അഡ്വക്കേറ്റ് VK സന്തോഷ് കുമാർ, സംഘാടക സമിതിയുടെ അധ്യക്ഷൻ സഹാവ്, പാർട്ടി സംസ്ഥാന കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് VB ബിനുനേശൻ, ജില്ലാ പഞ്ചായത്ത് കോട്ടയം പ്രസിഡന്റ്, CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CK ശശിധരൻ, CPI സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് VB ബിനു, OPA സലാം, ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് VK സന്തോഷ് കുമാർ, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ ജോൺ V ജോസഫ്, മോഹൻ ചേന്നംകുളം, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് K മാധവൻ പിള്ള, ജില്ലാ കമ്മിറ്റി അംഗം MR രഘുദാസ്, മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് G രാധാകൃഷ്ണൻ, അസിസ്റ്റന്റ് സെക്രട്ടറി PS രാജേഷ്, AIYF ജില്ലാ സെക്രട്ടറി ഷമ്മാസ് ലത്തീഫ്, പ്രസിഡന്റ് K രഞ്ജിത്ത്, AITUC മണ്ഡലം സെക്രട്ടറി K ലക്ഷ്മണൻ എന്നിവർ പ്രസംഗിച്ചു. ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഈ കേന്ദ്ര ഗവൺമെന്റിനെ പുറത്താക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് ഇന്ത്യയിലെ ഇടതുപക്ഷ മതേതര ജനാധിപത്യ പാർട്ടികളുടെ ഒരു വിശാല സഖ്യം രൂപീകരിക്കണമെന്ന് 24-ാം പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനമാണ്. ആ സഖ്യത്തിനകത്ത് കോൺഗ്രസുമുണ്ട്. ആ സഖ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നമ്മൾ നേരിട്ടത്. 400 സീറ്റാണ് 2ാം മോദി സർക്കാരിന് രാജ്യത്തുണ്ടായത്. 3ാം മോദി സർക്കാർ വരുന്ന ഘട്ടത്തിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടായില്ല. തെലുങ്ക് ദേശം പാർട്ടിയെയും അതുപോലെ തന്നെ മറ്റു ചില പാർട്ടിയെ കൂട്ടുപിടിച്ചിട്ടാണ് ഇന്ന് നരേന്ദ്രമോദി രാജ്യത്ത് അധികാരത്തിലേക്ക് 240 സീറ്റിലേക്ക് സംഘപരിവാറിനെ കൊണ്ടുവരാൻ കഴിഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത രാഷ്ട്രീയ നിലപാടിന്റെ പുറത്താണെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. കാരണം ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രം വിചാരിച്ചാൽ അങ്ങനെ RSSനെയും സംഘപരിവാറിനെയും മാറ്റി നിർത്താൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ പാർട്ടിയുടെ 24-ാം പാർട്ടി കോൺഗ്രസ് ഇന്ത്യയിലെ രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഒരു പൊതുവേദി ഉണ്ടാകണമെന്ന് തീരുമാനിച്ചു. അതിന് പാർട്ടി മുൻകൈ എടുക്കണം എന്നായിരുന്നു നമ്മുടെ തീരുമാനം. ആ തീരുമാനം നമ്മൾ നടപ്പിലാക്കി. പക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയത്തെ വിലയിരുത്തുന്നതിൽ കോൺഗ്രസിന്റെ പുതിയ നേതൃത്വത്തിന് ചങ്ങനാശ്ശേരി ഇത്തിത്താനം സെന്റ് മേരീസ് പള്ളിയിൽ 8 നോമ്പ് ആചരണത്തോടും ഇടവക തിരുനാളിനോടും അനുബന്ധിച്ച് നടത്തിയ വാഹന പ്രദക്ഷിണം ഭക്തിനിർഭരമായി. വികാരി ഫാദർ ഫ്രാൻസിസ് പുല്ലുകാട്ട്, അസിസ്റ്റന്റ് വികാരി തോമസ് അഞ്ചുപങ്കിൽ, കൈക്കാരന്മാരായ ഷാജി കയ്യാലകം, പ്രിൻസ് കരിയിലക്കുഴി, സാബു കോട്ടയിൽ, ഇടവക സെക്രട്ടറി ജോയൽ കാട്ടടി, തിരുനാൾ ജനറൽ കൺവീനർ ഡോക്ടർ റൂബൽ രാജ് എന്നിവർ പ്രദക്ഷിണത്തിന് നേതൃത്വം നൽകി. സെപ്റ്റംബർ 8 വൈകിട്ട് 4:30 ചങ്ങനാശ്ശേരി അതിരൂപത വികാരി ജനറലും ഇടവകാംഗവുമായ ഫാദർ ഡോക്ടർ ജോൺ തെക്കേക്കര ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് നേതൃത്വം നൽകും. തുടർന്ന് പ്രദക്ഷിണത്തോടെ 8 നോമ്പാചരണവും തിരുനാൾ ചടങ്ങുകളും സമാപിക്കും. നമ്മുടെ ദേവാലയത്തിൽ സജീവമായി പരിശുദ്ധ അമ്മ നിറഞ്ഞു നിൽക്കുന്നു. അവളുടെ സാന്നിധ്യം നിരവധിയായ അനുഗ്രഹങ്ങളിലൂടെ പരിശുദ്ധ അമ്മ നമുക്ക് നൽകിയ കൃപകളെ നമ്മൾ എന്നും ഓർമ്മിക്കുന്നുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതത്തിലും നമ്മുടെ ഇടവക ജീവിതത്തിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലുമെല്ലാം എത്രമാത്രം അനുഗ്രഹങ്ങളും എത്രമാത്രം കൃപയുമാണ് അവൾ ചൊരിഞ്ഞത് എന്ന് നമുക്ക് പഴയ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാവും. പ്രൈം ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.